നെക്സ്റ്റ് മിസ് വായിച്ചുതരാം. The Greek historian Megasthenes visited India in 302 BC. ഗ്രീക്ക് ഹിസ്റ്റോറിയനായ മെഗസ്തനീസ് ഇന്ത്യ സന്ദർശിച്ചത് 302 BC യോടുകൂടി, ബിഫോർ ക്രൈസ്റ്റ്. BC മീൻസ് ബിഫോർ ക്രൈസ്റ്റ്. ആസ് ambassador of Seleucus Nicator, founder of Seleucid Empire, the court of ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയത്താണ് ആര് വന്നത്? മെഗസ്തനീസ്. ഇന്ത്യക്ക എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം എഴുതിയ മെഗസ്തനീസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇത് ഇന്ത്യക്ക അവിടെ പരാമർശിക്കുന്നില്ല. ഇന്ത്യക്ക അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. ആ ഇന്ത്യക്ക എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മെഗസ്തനീസ് രചിച്ച്. അദ്ദേഹം ഒരു ഗ്രീക്ക് റൈറ്ററാണ്. അദ്ദേഹത്തെ പറഞ്ഞു വെച്ചത് ഗ്രീക്ക് എംപയറാണ്. ആരുടെ സമയത്ത്? മൗര്യ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വന്നത്? മെഗസ്തനീസ് വന്നത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യക്ക. അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. അവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ രാജഭരണമാണ്. ഇന്ത്യയിൽ എന്ത് ഭരണം? രാജഭരണമാണ് നിലനിൽക്കുന്നത്. ഓക്കെ. Then to the Chandragupta Maurya, Ashoka's grandfather. ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ? അശോകൻ. നമുക്കറിയാം അശോക മഹാരാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ. According to the Megasthenes, the people of the Magadha kingdom with its capital പാമലിപുത്ര, അത് പാട്ന. ഓക്കെ. ആ സമയത്ത് മഗധ നമ്മുടെ മെഗസ്തനീസ് വരുന്ന സമയത്ത് മഗധയുടെ തലസ്ഥാനം പാട്നയായിരുന്നു. were divided into 7 groups. അതന്നെ ആ ഒരു മഗധ അതെത്ര ആയി തരംതിരിച്ചിരുന്നു? 7 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരുന്നു ആ സമയത്ത്. ഫിലോസഫേഴ്സ് ഹൂ പെർഫോം റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസസ്, ഫാമേഴ്സ് ഹൂ ഫോൾക്ക്ഡ് ബൾക്ക് ആൻഡ് പോപ്പുലേഷൻ ഓഫ് പെയ്ഡ് ടാക്സസ്. ആ സമയത്ത് നമ്മളെ മെഗസ്തനീസ് വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള രാജാവ് നമ്മൾ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹം അശോക മഹാരാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അവർ പ്രത്യേകിച്ചും ഡിവൈഡ് ചെയ്ത അവിടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു രാജ്യം ഡിവൈഡ് ചെയ്ത് തന്നെ കുറേ കൃഷിക്കാർ. ഒരു ഭാഗം ആരാണ്? കൃഷി ചെയ്യുന്ന ആൾക്കാർ. ഒരു ഭാഗം ആരാണ്? നമ്മുടെ ഫിലോസഫേഴ്സ് ഹു പെർഫോംഡ് റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസസ്, ബലികർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഫിലോസഫേഴ്സ് ഒരു ഭാഗം, സാധാ നോർമലി ഫാർമേഴ്സ് മറ്റൊരു ഭാഗം. പിന്നെ ആരൊക്കെ ഉണ്ട് ഇതിൽ? ഷിപ്പ് യാർഡ്സ് ഉണ്ട്, ഹണ്ടേഴ്സ്, ആർട്ടിസൈൻസ്, സോൾജേഴ്സിലെ പട്ടാളക്കാർ, ആർട്ടിസൈൻസ് ഉണ്ട്, ദെൻ വേട്ടക്കാരുണ്ട്, ദെൻ ഇൻസ്പെക്ടേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് അപ്പോയിൻറ്റഡ് ബൈ ദി മജിസ്ട്രേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇതൊക്കെ ആ മഗധ കാലഘട്ടത്തിലുള്ളതാണ്. ദെൻ കൗൺസിലേഴ്സ്. ഇതെല്ലാം മഗധ സമയത്ത് മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അക്കൗണ്ട് ഓഫ് ഇന്ത്യ, ദ ബുക്ക് ഇന്ത്യക്ക വാസ് ബേസ്ഡ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. He did not know the local languages. His writings could be seen that not clear. He observed urban political centers but did not mention caste system. അല്ലേ? അതായത് ഫസ്റ്റ് മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക മറന്നു പോകരുത്. നമ്മൾ ഈ ഒരു ഇൻഡോളജിക്കൽ ഡിസ്കേഴ്സിൽ മിസ് പറഞ്ഞു, ഇൻഡോളജി എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിൻ്റെ ഒബ്സർവേഷനാണ്. ഫോറിനേഴ്സ് നമ്മളെ ഇന്ത്യയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഇൻഡോളജി. ഇനി ഇൻഡോളജി തന്നെ നമുക്ക് ഓരോരോ ഫിലോസഫേഴ്സ് എവിടുന്ന് വന്നതാണ്, അവർ വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് ബേസിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആര് വന്നത്? ഫസ്റ്റ് വന്നത് നമ്മുടെ മെഗസ്തനീസ് ആണ് അല്ലേ? ഓക്കെ. മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക. ഓക്കെ, ഇതൊരു ബുക്കാണ് മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയാണ് ഭരിച്ചിരുന്നത്. ഈ സമയത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയത്ത് നമ്മുടെ മഗധ, ഓക്കെ, മഗധ കേന്ദ്രമാക്കിയാണ് ഇവർ ഭരിച്ചിരുന്നത്. ഇതിൻ്റെ മഗധയുടെ തലസ്ഥാനം എന്തായിരുന്നു? പാട്ന. അല്ലെ? ക്യാപിറ്റൽ എന്തായിരുന്നു? ക്യാപിറ്റൽ പാട്ന. ഓക്കെ. ഈ പാട്നയിൽ പാട്ന വരെ അന്നത്തെ പീപ്പിൾസ് ഡിവൈഡഡ് ഇൻ 2 കാറ്റഗറി. 2 കാറ്റഗറി. ഏതൊക്കെയാണ് 2 കാറ്റഗറി? ഒന്ന് ഫിലോസഫേഴ്സ്, രണ്ടാമത്തത് ആരാന്നാ പറഞ്ഞത്? നമ്മൾ ഫാർമേഴ്സ് അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ നമ്മൾ പറയുന്ന മെഗസ്തനീസിനെ പറ്റി. നിങ്ങൾ എക്സേ വന്നാലും
വൺ വേർഡ് വന്നാലും ഈ ഒരു ഫസ്റ്റ് ഇൻഡോളജിക്കൽ ഒബ്സർവേഷനിൽ നിങ്ങൾ എക്സാമ്പിൾ കൊടുക്കേണ്ട ഫസ്റ്റ് ആൾ മെഗസ്തനീസ് ആണ്. സെക്കൻഡ് അൽബറൂണി. നിങ്ങൾക്കറിയാം അൽബറൂണിനെ പറ്റി നിങ്ങൾക്കറിയാം. 1973 to 1030 appears have been a familiar with Sanskrit sources and mentions for Varna theory of caste system. Mughal records recognize internal diversity within a caste system. ഓക്കെ, ഈ അൽബറൂണി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക മെഗസ്തനീസിൻ്റെത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അൽബറൂണി. മിസ് രണ്ടാമത്തെ കാറ്റഗറി ഇവിടെ എഴുതുകയാണ്, അൽബറൂണി. അദ്ദേഹം എന്തിലാണ്, സാൻസ്ക്രിറ്റിലാണ് അദ്ദേഹം എഴുതിയത് അല്ലേ, സാൻസ്ക്രിറ്റ്. അദ്ദേഹം സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്കൃതം. സംസ്കൃത ഭാഷയിലാണ് അൽബറൂണി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്. അപ്പം നിങ്ങൾ മെഗസ്തനീസ് ഇന്ത്യക്ക മറന്നു പോകരുത്. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, എസ്സേ ചോദിക്കുമ്പോഴൊക്കെ എഴുതാനുള്ളതാണ് മെഗസ്തനീസിന് ഇന്ത്യക്ക. അൽബറൂണി അപ്പിയേഴ്സ് ഹാവ് ബീൻ ഫെമിലിയർ വിത്ത് സാൻസ്ക്രിറ്റ് സോഴ്സ് ആൻഡ് മെൻഷൻ യുവർ വർണ്ണ തിയറി ഓഫ് കാസ്റ്റിസം. ഇതാണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാ മിസ് ഇവിടെ എഴുതാം, വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. എന്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വർണ്ണ സിസ്റ്റം. അതായത് വർണ്ണ സിസ്റ്റം. വർണ്ണ സിസ്റ്റത്തിൽ അതെന്ത് സിസ്റ്റമാണ്? ഇറ്റ്സ് എ കാസ്റ്റ് സിസ്റ്റം. ഇറ്റ്സ് എ കാസ്റ്റ് സിസ്റ്റം. വർണ്ണ സിസ്റ്റം ഇറ്റ്സ് എ കാസ്റ്റ് സിസ്റ്റം. അറിയാലോ, അതൊരു ജാതി സമ്പ്രദായമാണ്. വർണ്ണം. ഓക്കെ, അതൊരു ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് അൽബറൂണി വന്നത്. ആ സമയത്ത് സംസ്കൃത ഭാഷയാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ ജാതി വർണ്ണം, ചാതുർവർണ്ണി എന്നൊക്കെ പറയും അല്ലേ, ഫോർ വർണ്ണാസ്. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് മിസ് പറഞ്ഞാൽ 4 വർണ്ണാസ് ഏതൊക്കെയാണ്? നമ്മുടെ പിന്നെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ടെക്സ്റ്റിലില്ല. മിസ്സിൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അതിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ, വർണ്ണ സിസ്റ്റത്തിൽ പ്രധാനമായും ദർ ഈസ് ചാതുർവർണ്ണ. ദർ ഈസ് നെയ്മഡ് അനദർ Chaturvarnyas, okay, is known as Chaturvarnya. The first is Brahmana. The 4 category of people in Chaturvarnya. First is Brahmana, Kshatriya, Vaishya, Shudra. Okay, ഇതിൽ ശൂദ്ര ആരാണ്? താഴേക്കടിലെ ജനങ്ങളാണ്. വൈശ്യർ കച്ചവടക്കാരാണ്, അതിൽ കുറച്ച് ഉയർന്നതാണ്. പിന്നെ ക്ഷത്രിയർ എന്ന് പറയുന്ന യുദ്ധത്തിനൊക്കെ പോകുന്ന ആളുകളാണ്. ഏറ്റവും മുകളിലാണ് ബ്രാഹ്മണർ. അവർക്കാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ കുത്തക അവകാശം. സമൂഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ ആരാണ്? ബ്രാഹ്മണരാണ്. അവിടെ കീഴിലാണ് മറ്റുള്ള, ഏറ്റവും കീഴിലാണ് ശൂദ്രാസ് വരുന്നത് അല്ലേ. ഈ ബ്രാഹ്മണന്മാരുടെ വലിയ മാളിക വീടിൽ താഴെ ചെറിയൊരു ഓലപ്പുരയിൽ അവർ എന്തായി മാറുന്നു? അവിടെ കുടിയിടപ്പ് സമ്പ്രദായം. അവിടെ അടിയാന്മാരും കുടിയാന്മാരും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അൽബറൂണി എന്ന് പറഞ്ഞ ഒരു സഞ്ചാരി, ഇറ്റ്സ് എ ട്രാവലർ, ഫോറിൻ ട്രാവലറാണ് അൽബറൂണി. ഓക്കെ, ഹാബി ഫെമിലി. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ സിറ്റി ഓഫ് വിജയനഗര സിംഹൃത. Abdul Razak Samradi was an important mission to open diplomatic relation between European Empire and the great Hindu city of most powerful cities in India, Vijayanagara. Okay. The India's historical journey, colonialism is important turning point which interested in Indian modernity. അപ്പോൾ നെക്സ്റ്റ് ആണ് നമുക്കറിയാം കൊളോണിയലിസം. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ്, ഇൻഡോളജിയിൽ വരുന്നതാണ്. ആര് വന്നത്? ബ്രിട്ടീഷുകാർ വന്നത് അല്ലേ. ബ്രിട്ടീഷുകാർ വന്നതാണ് നമുക്ക് എന്തായി മാറിയത്? നമ്മളെ ഇന്ത്യയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ്? ദ എൻട്രി ഓഫ് ബ്രിട്ടീഷ്. അവിടെയാണ് നമ്മൾ ഏത് വാക്കിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? കൊളോണിയലിസം. കൊളോണിയലിസം എന്ന വേർഡ്, കൊളോണിയലിസം എന്ന വേർഡ് നമുക്ക് ഇന്ത്യയിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോയിറ്റ്
എക്സ്പ്ലോയിറ്റ് അനുഭവിച്ച ആളുകളാണ് ഇന്ത്യക്കാർ അല്ലേ. അതായത് നമ്മൾ ചൂഷണം വിധേയരായ ജനങ്ങളാണ് ഇന്ത്യക്കാർ. വന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് വന്നത്. അവർ കൊണ്ടുവന്ന ഒരു ഭാഷയാണ് കൊളോണിയലിസം. നമ്മളെ എന്താക്കുക? കോളനി ആക്കിയിട്ട് ഭരിക്കുക, കോളനിവൽകൃത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. അതായത് ഒരു ഇന്ത്യ വളരെ വിശാലമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ചെറിയൊരു അടവെടുത്തതാണ്. എന്ത് ചെയ്തു? ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലേക്ക് പോകുക, അല്ലെ ഡിവൈഡ് ചെയ്യുക, ഭരിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻഡോളജിക്കൽ വ്യൂ? പ്രൊവൈഡഡ് സം കൺസെപ്റ്റ്, തിയറീസ് ആൻഡ് ഫ്രെയിംവർക്ക് ദാറ്റ് സ്കോളേഴ്സ് ക്ലെയിം ദ ഹാവ് എമർജ്ഡ് ടു their study of Indian civilization. They primarily adopted the historical and comparative approach. The understanding of Indian society structure is largely based on their study of classical Indian society and structure, largely based on study of Persian text and literature. Sanskrit and Persian text and literature. സാൻസ്ക്രിറ്റും പേർഷ്യനും, സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ. ഓക്കെ, സാൻസ്ക്രിറ്റിലും പേർഷ്യനിലുമാണ് അവർ ഇന്ത്യൻ ഒബ്സർവേഷൻ ചെയ്തത്. ഇന്ത്യയിലെ ഇന്ത്യൻ ഒബ്സർവേഷൻ. ഓക്കെ, ടെക്സ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ. സാഹിത്യത്തിലും അല്ലാതെ എന്താ പറയുക, റൈറ്റിങ്സിലെല്ലാം അവർ ഏത് ഭാഷയാണ്? സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ഭാഷ, ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ കനോട്ട് ബി ഇൻട്രസ്റ്റ് ഇന്ത്യൻ സൊസൈറ്റി ഓൺലി ദ റീസൺ ഓഫ് ദ സ്കാറ്റേർഡ് അക്കൗണ്ട് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ഫ്രം 3rd century BC to historians the court of Indian rulers century we find in the first observation of Indian society and secondary analysis of Sanskrit text അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഭൂതകാലം, ഇന്ത്യ എങ്ങനെയാണ് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കൾച്ചറലി ഇന്ത്യ എങ്ങനെയാണെന്ന് പേർഷ്യൻ ലാംഗ്വേജിലും സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലുമാണ് ഇവർ എന്ത് ചെയ്യപ്പെട്ടത്, അനലൈസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, next only the ideologies of 18th century. The ideological construction in India can be found as like Megasthenes. Okay, നമ്മൾ പറഞ്ഞു. Then Abdul Fazl Alami, a scholar, the historian like Al-Biruni and later Abdul Fazl Alami. വേറൊരു ട്രാവലർ ആണ് അബ്ദുൾ ഫസൽ അലാമി. The early colonialists, the Portuguese adventurers and administrators. ഇതാരാണ്? പോർച്ചുഗീസുകാരനാണ്. ഓക്കെ, Portuguese adventurers and administrators, the merchants and the missionaries continued to write about India till the advent of British rule. നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം അനുഭവിക്കുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്ത കുറച്ച് ആൾക്കാരെ ഒരാളാണ് അബ്ദുൾ ഫസൽ അൽബൂമിയൻ. അദ്ദേഹം പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എബൌട്ട് ഇന്ത്യൻ നമ്മളെ പറ്റി അദ്ദേഹം കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. ഓക്കെ, വൈൽ ദർ ആർ എ റിച്ച് പ്രിവെയിലിംഗ് കൾച്ചർ ഓഫ് ദ ടൈം, ദേ ആർ ഐദർ ബേസ്ഡ് ദ ഒബ്സർവേഷൻ ഓഫ് ഹാപ്പനിങ് ദ അർബൻ സെൻറ്റേഴ്സ് ഓഫ് ദി ഏർലി ഒബ്സർവേഷൻ ഡിവൈഡ് സോഷ്യൽ സിസ്റ്റം. Megasthenes, because the understanding of language makes reference and Varna system. നമ്മൾ നേരത്തെ പറഞ്ഞു വർണ്ണ, മറന്നു പോകരുത്, വർണ്ണ സിസ്റ്റം. ഇറ്റ്സ് എ കാസ്റ്റ് സിസ്റ്റം. അത് കൊണ്ടുവന്നത് മെഗസ്തനീസ് ആണ്. നമ്മൾ അൽബറൂണിയെ നമുക്ക് കണ്ടുപിടിച്ച് തന്നത്. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. നെക്സ്റ്റ് മെഗസ്തനീസിനെ പറ്റി പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്ത്യക്ക, മറന്നു പോകരുത്, മിസ് കറക്റ്റായി ബോയിൽ ചെയ്ത് തന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ഭാഷയിലാണ് നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്തതും അവരത് എന്ത് ചെയ്ത് വെച്ചാൽ റെക്കോർഡായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് വെച്ചത്.